ഇന്ന് 5 മണിക്ക് തന്നെ ഓഫീസിൽ നിന്ന് ഇറങ്ങണമെന്ന് ഞാൻ ഇതിനോട് നേരത്തെ പറഞ്ഞാട്ടോ. പക്ഷേ വർക്കൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും കുറച്ച് ലേറ്റായി. പോരാത്തതിന് നല്ല മഴയും റോഡിലാണെങ്കിൽ ഭയങ്കര ബ്ലോക്കും. ഇന്ന് ഞങ്ങൾ ഓഫീസിൽ നിന്ന് നേരെ പോയത് ഷോപ്പിങ്ങിനാണേ. എന്നെ അവിടെ ഷോപ്പിൻ്റെ മുമ്പിൽ ഇറക്കിയിട്ട് നിതിൻ പോയിട്ട് സിമീനെ കൂട്ടി വന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി ഷോപ്പിങ്ങിന് പോയിട്ട് കുറേ കാലമായി. എന്താ വെച്ചാൽ ഇപ്പോൾ ഡ്രസ്സൊക്കെ ഞങ്ങൾ അധികം ഓൺലൈനായിട്ടാണ് വാങ്ങാറ്. പക്ഷേ പെട്ടെന്നുള്ള ഒരു പ്ലാൻ ആയതുകൊണ്ട് ഇനി ഓൺലൈൻ വരുത്താനുള്ള സമയമില്ല. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച് നേരിട്ട് തന്നെ പോയിട്ട് ഷോപ്പ് ചെയ്യാമെന്ന്. ഡ്രസ്സൊക്കെ എടുക്കുമ്പോൾ സിമിക്ക് എപ്പോഴും ഡാർക്ക് കളേഴ്സിനോട് കേട്ടോ ഇഷ്ടം. ഞാനാണെങ്കിൽ എപ്പോഴും ലൈറ്റ് കളേഴ്സാണ് കേട്ടോ ഇഷ്ടപ്പെടുന്നത്. പ്രധാനമായിട്ടും ഒരേപോലത്തെ കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഞങ്ങൾ അവിടെ തന്നെ പോയത്. അങ്ങനെ ഞങ്ങൾ കുറേ സമയം എടുത്തിട്ടാണ് കേട്ടോ സെലക്ട് ചെയ്തത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കുർത്തിയൊന്നും അവിടെ നിന്ന് കിട്ടിയില്ല. പക്ഷെ എന്നാലും ഇപ്പോൾ കിട്ടിയതായാലും എന്ന് വെച്ച് ഞങ്ങൾ ഒരെണ്ണം സെലക്ട് ചെയ്തു. വിദേശേട്ടൻ്റെ ഡ്യൂട്ടി കഴിയുമ്പോൾ 10 മണിയൊക്കെ കഴിയും കേട്ടോ. അതുകൊണ്ടാണ് കൂടെ വരാത്തത്. ഡ്രസ്സൊക്കെ എടുത്തു കഴിഞ്ഞ് പിന്നെ വേറെ കുറേ സാധനങ്ങൾ നിതിന് വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിക്കഴിഞ്ഞപ്പോഴും പുറത്ത് നല്ല മഴ. അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ചും കൂടി സമയം അതിനകത്ത് തന്നെ നിന്നു. അങ്ങനെ മഴയൊക്കെ ചോർന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തൊട്ടടുത്ത ഹോട്ടലിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയിട്ടോ. വിദേശേട്ടനെ വിളിച്ചപ്പോൾ വരാനായിട്ടില്ല, ഫുഡ് കഴിച്ചിട്ടാണ് വരാമെന്ന് പറഞ്ഞു കേട്ടോ. ഈ ഹോട്ടലിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ സിമീൻ്റെ വീട്. പക്ഷേ സിമി ആദ്യമായിട്ടാണ് ഈ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കുന്നതെന്ന് കേട്ടോ പറഞ്ഞത്. ഞാൻ ഇതിനും കുറേ ദൂരെയാണെങ്കിലും ഒരുപാട് തവണ ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ കുട്ടികൾക്കുള്ള ഫുഡ് പാർസൽ വാങ്ങിയിട്ട് സിമീനെ വീട്ടിലാക്കി നേരെ വീട്ടിലേക്ക് പോന്നു കേട്ടോ. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്